നമ്മുടെ ജുമോളാണെങ്കിൽ കെഞ്ചിക്കൊണ്ട് പറയുകയാണ്, മമ്മിയോടൊന്ന് പറഞ്ഞ നമ്മൾക്ക് ഇവിടെ നിന്ന് പോകണ്ടെന്ന്, എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്നില്ല എന്ന് പറയുകയാണ്. ദേവുമോള അപ്പം നീ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് വലിച്ചുകൊണ്ടാണ് നമ്മുടെ ദേവുമോളെ വീണ്ടും കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ അഞ്ചു ആണെങ്കിൽ പുറകെ തന്നെ ഓടുന്നുണ്ട്, അതായത് അപ്പുവിനെ തടഞ്ഞു നിർത്തുക. എന്നാൽ അപ്പുവിനെ തടയാൻ അഞ്ജുവിനാകുന്നില്ല. ഈ ഒരു സമയത്താണ് നമ്മുടെ ഹരി അങ്ങോട്ട് കയറി വരുന്നത്. ഹരിയെ കണ്ടതും ദേവുമോൾ ഓടി ചെന്നിട്ട് പറയുന്നുണ്ട്, ഡാഡി ഇത് മമ്മി എന്നെ കൊണ്ട് മമ്മിയുടെ വീട്ടിലോട്ട് പോകാമെന്ന് പറയാണ്. അപ്പം മോളിങ്ങി വന്ന് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഹരി അങ്ങോട്ട് എന്നിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ എന്താ മോള് പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ, അതേ ഹരി, എനിക്കിവിടെ നിന്നാൽ ഇനി മനസ്സമാധാനം ഒന്നും കിട്ടത്തില്ല, ഞാനതുകൊണ്ട് മോളെയും കൂട്ടിക്കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദേവുമോള് പറയുന്നുണ്ട്, മമ്മി വേണമെങ്കിൽ മമ്മിയുടെ വീട്ടിൽ പൊക്കോ, ഞാനെങ്ങും വരുന്നൊന്നുമില്ല, എൻ്റെ വീട് ഇതാ, ഞാൻ ഇനി ഇവിടം വിട്ട് ഞാൻ അങ്ങോട്ടും വരത്തില്ലെന്നൊക്കെ നമ്മുടെ ദേവുമോള് വാശി പിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേവുമോളോടായിട്ട് ദേവുട്ടി പൊട്ടിത്തെറിച്ചവന് ചോദിക്കുന്നത്, നിന്നോട് ആരടി പറഞ്ഞു ഇത് നിൻ്റെ വീടാണെന്ന്. അപ്പോൾ നമ്മുടെ ദേവുമോള് പറഞ്ഞു, എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് നമ്മുടെ വീടാണെന്ന്, അതായത് മമ്മിയെ ഡാഡി കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുവന്നു, അതുകൊണ്ട് ഡാഡിയുടെയും എൻ്റെയും വീടാണല്ലോ ഇതൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ അപ്പു പറയുന്നുണ്ട്, നീ കേട്ടില്ലേ ഹരി, ഇതൊക്കെയാണ് അവർ ഈ കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയായിരുന്നു നമ്മുടെ അപ്പു. അപ്പം നമ്മുടെ അഞ്ചുവാണ് വക്കാലത്തായിട്ട് വരുന്നുണ്ട്, എൻ്റെ പൊന്നപ്പു അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ, പണ്ട് നിൻ്റെ മമ്മി ഇവിടെ വന്ന സമയത്ത് അതാരാണെന്ന് ചോദിച്ചപ്പം ദേവിയടുത്ത് കാര്യങ്ങൾ പറഞ്ഞാണെന്ന്, അങ്ങോട്ട് പോകത്തില്ലെന്ന് മോള് പറഞ്ഞപ്പം അവിടെയുള്ളത് നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയാണെന്ന് നീ പോകണമെന്നും പറഞ്ഞ് ദേവമോളോട് പറഞ്ഞതും ദേവിയടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ അഞ്ചു. എന്നാൽ ഇതൊന്നും കേൾക്കാൻ നമ്മളെ അപ്പു ശ്രമിക്കുന്നതേ ഇല്ല. അപ്പു പറഞ്ഞ ന്യായത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് ചോദിക്കുന്നത്. ഞാനിവിടുന്ന് കെട്ടിക്കൊണ്ടു വന്നതാണെന്നും ഇത് അവളുടെ വീടാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കുമല്ലെന്ന് പറഞ്ഞ് വീണ്ടും പൊട്ടിത്തെറിക്കുകയായിരുന്നു നമ്മുടെ അപ്പു നീ വെറുതെ എടുത്തിയാടി മണ്ടത്തരമൊന്നും കാണിക്കാതെങ്കിൽ നീ വെറുതെ തെറ്റൊന്നും ചെയ്യരുതെന്ന് നമ്മുടെ ഹരി വാണിങ് കൊടുക്കുമായിരുന്നു. അപ്പം നമ്മുടെ അപ്പു പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന തെറ്റെന്ന് പറയുന്നത് എനിക്കറിയാം ഹരി എന്ന് പറയുമ്പോൾ, നീ പണ്ടും ഇതുപോലെ അബദ്ധങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, നീ വീണ്ടും അതുപോലെ തന്നെ വീണ്ടും ശ്രമിക്കരുതെന്ന് പറയുകയായിരുന്നു ഹരി. എന്നിട്ട് ഹരി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്, നിനക്ക് വേണമെങ്കിൽ പോകാം, പക്ഷേ എൻ്റെ മോളെ ഇവിടുന്ന് നീ എങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ അപ്പു ചോദിക്കുന്നുണ്ട്, നിൻ്റെ മാത്രം മോളാണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ നിൻ്റെ മാത്രം മോളാണെന്ന് ചോദിക്കുകയാണ്. അപ്പം ആ ഒരു സമയത്ത് അങ്ങോട്ട് ദേവിയെടുത്തി അവിചാരിതമായിട്ട് കടന്നു വരികയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ദേവിയെടുത്തി ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഹരി പറയുന്നുണ്ട്, എൻ്റെ ദേവിയെടുത്തി ഇവിടെ പ്രശ്നമൊന്നുമില്ലെന്ന് പറയുകയാണ്. അപ്പോൾ അഞ്ചു പറയുകയാണ്, ദേവിയെടുത്തി അപ്പു ആണെങ്കിൽ ദേവുമോളെ കൂട്ടിക്കൊണ്ട് അമരാവതിയിലോട്ട് പോകുകയാണെന്ന് പറയാണ്. എന്തിനെന്ന് ഞെട്ടിക്കൊണ്ട് നമ്മുടെ ദീപത്തെ അന്വേഷിക്കുകയാണ്. അപ്പം നമ്മുടെ അപ്പു പറയുന്നത്, ഞാനെടുത്ത തീരുമാനത്തിലൊരു മാറ്റമില്ല, ഞാനും മോളും അമരാവതിയിലോട്ട് പോവുകയാണെന്ന് പറയാണ്. അങ്ങനെ അപ്പു ആണെങ്കിൽ ഫോണെടുത്ത് ഡാഡിയെ വിളിക്കാൻ തുടങ്ങിയാണ്. അപ്പം നമ്മുടെ ഹരി പറയുന്നുണ്ട്, നീ ഇപ്പോൾ വിളിക്കാൻ നോക്കുന്ന നിൻ്റെ ഡാഡിയാണെങ്കിൽ അങ്ങേരുടെ വണ്ടി ഗേറ്റെങ്ങാനും കിടന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ എൻ്റെ ഇതുവരെ കാണാത്തൊരു മുഖം നീ കാണും, അത് കണ്ടു കഴിഞ്ഞാൽ